അത് വി എസിൻ്റെ യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ സുഗമമായ യാത്രയായിരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ വഴിയിൽ കൂമത്ത ആയിരുന്നില്ല. കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ പ്രതിബന്ധങ്ങൾ ധാരാളം അദ്ദേഹം നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. അതിന് ആലപ്പുഴ, സ്വന്തം ജില്ലയായ ആലപ്പുഴയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാജയം 96-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടത് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ അതൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ അക്ഷോഭ്യമായി തന്നെ അദ്ദേഹം അത് മറികടക്കുകയും അതുപോലുള്ള ആശയ സമര വിഷയങ്ങളിലൊക്കെ തന്നെ സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും അചഞ്ചലമായി അതിനോടൊപ്പം നിലകൊള്ളുവാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ എപ്പോഴും അത്തരം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമുണ്ട്. അതൊരുപക്ഷെ ആശയപരമാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രത്യയശാസ്ത്രപരമാവാം, അതുമല്ലെങ്കിൽ ഒരുപക്ഷെ സംഘടന വിഭാഗീയത എന്ന് വിളിക്കുന്ന വിഷയങ്ങളാവാം. പക്ഷേ അതൊക്കെ തന്നെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഇന്നത്തെ പോലെ തന്നെ അത് പലപ്പോഴും പുറത്തു വരാറില്ല എന്ന് മാത്രം. എന്നാൽ എനിക്ക് തോന്നുന്നു 90-കളിൽ അദ്ദേഹത്തിൻ്റെ ഈ 91-ലെ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം 86-87-ലെ MP രാഘവനും ബദൽ രേഖ വിവാദത്തിനൊക്കെ ശേഷം എന്നും CPM-നുള്ളിൽ ഇത്തരം ആശയ സമരങ്ങളും വിഭാഗീയ പ്രശ്നങ്ങളും നിലകൊണ്ടിരുന്നു. അതിൽ VS എന്നും ഒരു ഭാഗത്തുണ്ടായിരുന്നു. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തരമായ വിഷയങ്ങൾ. അതിനകത്ത് VS നിന്ന വിഭാഗം ആണ് ശരിയെന്നോ അല്ലെങ്കിൽ മറുവിഭാഗം ശരിയല്ല എന്നൊന്നും ഇപ്പോൾ നമ്മൾ വാദിക്കുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ VS-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെയൊക്കെ നേരിടാനും, അത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതിനെ നേരിടാനും നിരന്തരം ആശയപോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം പോലും അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചത് പാർട്ടി അത് പരിശോധിക്കും എന്ന നിലപാട് മാത്രമാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ സമരം തുടർന്നു എന്നാണ് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും മാതൃകയാക്കാവുന്ന ഒരു വിഷയമാണ്. പരസ്യമായി ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിന് ഏറ്റവും വലിയ തെളിവ് VS തന്നെയാണ്. VS അതിന് മാതൃകയായിരുന്നിട്ടുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും മാതൃകയാക്കേണ്ടത് VS മുന്നോട്ട് വെച്ച ഇത്തരം മാതൃകകൾ തന്നെയാണ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് VS എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നു. അത് ശരിയാവണം എന്നില്ല, അത് ശരിയല്ല താനും. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ധാരാളം ഇനിയും എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുമുണ്ട്. മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രതിബദ്ധതയുള്ള, ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. പൊതുപ്രവർത്തകർക്കിടയിൽ എപ്പോഴും ആശയപരമായ അല്ലെങ്കിൽ ആദർശപരമായ ധീരത പ്രകടിപ്പിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ശരിയുടെ നിലപാടുകൾ, ജനപക്ഷ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ VS-നെ പോലെ ഉള്ള നേതാക്കളെ, VS-നെ മാതൃകയാക്കണം എന്നാണ് നമുക്ക് ഇന്നത്തെ ഈ ജനസഞ്ചയത്തിൻ്റെ VS-നോടുള്ള ആരാധന, ബഹുമാനം, സ്നേഹം, ഭക്തി ഒക്കെ തെളിയിക്കുന്നത്. ആലപ്പുഴയുടെ മണ്ണിൽ VS-നെ ഒരു നോക്ക് കാണാൻ, അവസാനമായി കാണാൻ ഉള്ള വലിയ തിരക്കാണ് നമ്മൾ കാണുന്നത്. 1000 പുഷ്പചക്രങ്ങളുമായി 10,000-കണക്കിന് മനുഷ്യർ അവിടേക്ക് എത്തിച്ചേരുകയാണ്. ഒരു നിമിഷം VS-നെ കാണുക എന്നുള്ളതാണ്, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് എല്ലാ മനുഷ്യരും അവിടേക്ക് എത്തുന്നത്. പ്രായാധിക്യമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള മനുഷ്യരെല്ലാവരും എത്തുകയാണ്. ഇപ്പോഴും ആ മതിൽക്കെട്ടിനപ്പുറത്ത് തമ്പടിച്ചു നിൽക്കുന്ന 100-കണക്കിന് മനുഷ്യരെ, മഴ നനയുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. VS എത്ര നനഞ്ഞതാ എന്ന് അവർ തിരികെ ചോദിക്കുന്നുണ്ട്. സഖാവ് കൃഷ്ണപിള്ളയുടെ സ്മാരക കുടീരം കൂടിയാണ് അവിടെ, അദ്ദേഹത്തിൻ്റെ പേരിൽ കൂടിയാണ് DC ഓഫീസ് അറിയപ്പെടുന്നത്, ജില്ലാ കമ്മിറ്റി ഓഫീസ് അറിയപ്പെടുന്നത്. നേരത്തെ രാജീവൊക്കെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചട്ടക്കൂട് മുഴുവൻ പൂർത്തീകരിച്ചത്, അതിൽ പണിയെടുത്തത്, അതിൽ വിജയം കൈപ്പറ്റിയത്, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നതൊക്കെ ആ നിലയ്ക്കാണ്. അത്രമേൽ പണിയെടുത്ത, വിയർപ്പൊഴുക്കിയ കേരളത്തിൻ്റെ കർഷക പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിലെ CPM-ൻ്റെ സംഘടനാ ചട്ടക്കൂടിനെ കൃത്യമായി പുതുക്കി പണിതതിൻ്റെ ഒക്കെ ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണാണ് അവിടുത്തേത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VS-നെ പൊതുദർശന ചടങ്ങിലൊക്കെ കൊണ്ടുവരുമ്പോൾ ആ പാർട്ടിയിൽ ജീവിതവും വിശ്വാസവും ആദർശവും പ്രത്യയശാസ്ത്രവും എല്ലാം ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി ചേർത്ത് കെട്ടിപ്പടുത്ത മനസ്സുകൾക്ക് അതൊരു വികാരനിർഭരമായ നിമിഷമാണ്. കണ്ഠമിടറിക്കൊണ്ടാണ്, നേരത്തെ ബിനിൽ പറയുന്നുണ്ടായിരുന്നു, മുദ്രാവാക്യം വിളിച്ചു കടിച്ചു പിടിച്ച നാവിൽ നിന്ന് ചോര പുറത്തേക്ക് ഒഴുകുന്ന സഖാക്കളെ കാണാൻ കഴിയുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായാണ്, എത്രത്തോളം ഹൃദയം പൊള്ളിയാണ് ഓരോ മുദ്രാവാക്യങ്ങളും അവിടെ മുഴങ്ങുന്നത് എന്നുള്ളതിന് മറ്റാരുടെയും സാക്ഷ്യം ആവശ്യമില്ല.